ഗോവിന്ദ മാസ്റ്റർ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 1-ാം തീയതി കുമ്പളയിൽ വെച്ച് ആരംഭിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥയ്ക്ക് വേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് കുമ്പളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF നടത്തുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഞായറാഴ്ച മഞ്ചേശ്വരം മണ്ഡലത്തിൽ തുടക്കമാകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ കുമ്പളയിൽ വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജാഥയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് തങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് CPM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ പറഞ്ഞു. ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ 1-ാം തീയതി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ തുളുനാടിന്റെ മണ്ണിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഈ വികസന മുന്നേറ്റ ജാഥ 15-ാം തീയതി പാലക്കാട് വെച്ച് സമാപിക്കുകയാണ്. കേരളത്തിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനങ്ങളുടെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 3ാമതും അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന വലിയ മുന്നേറ്റമാണ് കേരളത്തിനകത്തുണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഈ തുളുനാടിന്റെ മണ്ണിൽ വലിയ നിലയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ബഹുജന മുന്നേറ്റമായി ഈ ജാഥയുടെ ഉദ്ഘാടനം തുളുനാടിനകത്ത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ സജ്ജീകരിക്കുകയാണ്. LDF സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം. വൈകിട്ട് 5-ന് കാസർഗോഡ് നുള്ളിപ്പാടിയിൽ സ്വീകരണം ഒരുക്കും. 2-ാം തീയതി രാവിലെ 10:30-ന് ഉദുമ മണ്ഡലത്തിലെ പെരിയാട്ടടുക്കത്തും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ കോട്ടച്ചേരിയിലും വൈകിട്ട് 4 മണിക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിലും സ്വീകരണം നൽകും. തുടർന്ന് ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തിയ ജാഥ ഫെബ്രുവരി 15-ന് തിരൂരിൽ സമാപിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ മേഖലാ ജാഥകളിലൂടെ തിരിച്ചുപിടിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനഹിതം അനുകൂലമാക്കാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.